നമസ്കാരം. ഭാരതത്തിന്റെ സാങ്കേതിക മുന്നേറ്റത്തിന്റെ നെടുന്തൂണായ ഐ.ടി. മേഖലയെ പോലും വർഗീയ വിഷം കലർത്തി മലിനമാക്കാൻ ഇസ്ലാമിക് ഭീകര ശക്തികൾ നടത്തുന്ന ആസൂത്രണം ചെയ്ത നീക്കമാണ് നാസിക്കിലെ BPO സെന്ററിൽ നിന്നും പുറത്തുവരുന്നത്. വിശ്വാസത്തെയും തൊഴിലിടത്തെയും ഒരുപോലെ വഞ്ചിച്ചുകൊണ്ട് സനാതന ധർമ്മത്തിന്റെ അടിത്തറ ഇളക്കാൻ ലക്ഷ്യമിട്ടവർ നടത്തുന്ന ഈ കോർപ്പറേറ്റ് ജിഹാദ് ഹൈന്ദവ സമൂഹത്തോടുള്ള പരസ്യമായ യുദ്ധപ്രഖ്യാപനമാണ്. കേവലം ഉപജീവനത്തിനായി എത്തുന്ന പാവപ്പെട്ട ഹിന്ദു പെൺകുട്ടികളെയും യുവാക്കളെയും പ്രലോഭനത്തിലൂടെയും ഭീഷണിയിലൂടെയും വേട്ടയാടുന്ന ഈ സംഘടിത മാഫിയ നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് തന്നെ തുടച്ചു നീക്കാനാണ് ശ്രമിക്കുന്നത്. ലവ് ജിഹാദിന്റെയും നിർബന്ധിത മതപരിവർത്തനത്തിന്റെയും പുതിയ മുഖമായി കോർപ്പറേറ്റ് വേഷമണിഞ്ഞവർ വരുമ്പോൾ ഇത് കേവലം ഒരു ക്രൈം റിപ്പോർട്ടായി മാത്രം കാണേണ്ടതില്ല. ഓരോ ഹിന്ദു വീടുകളിലും മുഴങ്ങേണ്ട അപായ മണിയാണിത്. നമ്മുടെ മക്കളുടെ ഭാവിയും ധർമ്മവും സംരക്ഷിക്കാൻ നാം ഉണർന്ന് പ്രവർത്തിക്കേണ്ട നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. പാവപ്പെട്ട ഹിന്ദു പെൺകുട്ടികളെ പ്രണയക്കെണിയിൽപ്പെടുത്തിയും യുവാക്കളെ ഭീഷണിപ്പെടുത്തിയും മതം മാറ്റാൻ ശ്രമിക്കുന്ന ഈ രീതി പുതിയ കാലത്തെ അധിനിവേശമാണ്. നാസിക്കിലെ IT കമ്പനിയിലെ ഉദ്യോഗസ്ഥർ നൽകിയ പരാതിയിലാണ് ആസിഫ് അൻസാരിയും ഷാഫി ഷെയ്ഖും ഉൾപ്പെടെയുള്ളവർ പിടിയിലായത്. ഇവർ വെറും ടീം ലീഡർമാരല്ല, ഒരു വലിയ ജിഹാദി ശൃംഖലയുടെ ചട്ടുകങ്ങളാണ്. ഇവർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 18നും 25നും ഇടയിലുള്ള ഹിന്ദു യുവതികളെ സൗഹൃദം സ്ഥാപിച്ച് വശത്താക്കുകയും പിന്നീട് സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുകയും അവസാനം പ്രണയക്കെണിയിൽ അല്ലെങ്കിൽ ലവ് ജിഹാദിൽ വീഴ്ത്തി ലൈംഗിക ചൂഷണത്തിലൂടെ നിസ്സഹായരാക്കുകയും ചെയ്യുന്നു. അവസാനം ഇവരെ നിർബന്ധിത മതപരിവർത്തനത്തിലേക്ക് എത്തിക്കുന്നു. നാസിക്കിലെ BPOയിൽ നടന്നത് പെൺകുട്ടികളെ മതം മാറ്റൽ മാത്രമല്ല, ഒരു ഹിന്ദു യുവാവിനെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുകയും ഓഫീസ് സമയത്ത് നിസ്കരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ സംസ്കാരത്തെയും ഭക്ഷണ രീതികളെയും അപമാനിക്കുക വഴി ഒരുവന്റെ ആത്മവിശ്വാസം തകർക്കുകയും അവനെ പൂർണ്ണമായും അടിമയാക്കുകയുമാണ് ഇവരുടെ ലക്ഷ്യം. ഇസ്ലാമിക് ആശയങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും നിരന്തരം പ്രചരിപ്പിച്ച് ജോലിസ്ഥലത്തെ ചർച്ചകളെ പോലും മലിനമാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഭാരതത്തിന്റെ ചരിത്രത്തിലുടനീളം ഇത്തരം ഭീകരമായ നീക്കങ്ങൾ നാം കണ്ടിട്ടുണ്ട്. കാശ്മീരിലെ പണ്ഡിറ്റുകളെ ആട്ടിയോടിച്ചതും കേരളത്തിലും കർണാടകത്തിലും വ്യാപിച്ച ലവ് ജിഹാദ് കേസുകളും ഇതിന്റെ തുടർച്ചയാണ്. സിമി, PFI തുടങ്ങിയ നിരോധിത സംഘടനകൾ വിതച്ച വിത്തുകളാണിപ്പോൾ കോർപ്പറേറ്റീവ് മേഖലയിൽ മുളച്ചു പൊങ്ങുന്നത്. ഒരു വശത്ത് തോക്കുകളുമായി അതിർത്തിയിൽ ഭീകരവാദം നടത്തുമ്പോൾ മറുവശത്ത് സോഫ്റ്റ് ജിഹാദിലൂടെ ഭാരതത്തെ അകത്തുനിന്ന് നശിപ്പിക്കാനാണ് ഇവരുടെ ശ്രമം. ബിരുദം കഴിഞ്ഞ് വലിയ സ്വപ്നങ്ങളുമായി നഗരത്തിലെത്തുന്ന നമ്മുടെ മക്കൾ ചെന്നു ചേരുന്നത് ഇത്തരം ചെന്നായിക്കൂട്ടങ്ങളുടെ മുന്നിലേക്കാണോ എന്ന് ഓരോ രക്ഷിതാവും ചിന്തിക്കണം. ജോലിക്കായി പോകുന്ന പെൺകുട്ടികൾ ഇത്തരം ടീം ലീഡർമാരുടെ വ്യാജ സ്നേഹ പ്രകടനങ്ങളിൽ വീഴരുത്. മതം മാറ്റാൻ വേണ്ടി ലൈംഗികമായി ഉപയോഗിക്കുന്ന ഈ ക്രൂരതയെ നാം ഒറ്റക്കെട്ടായി ചെറുക്കണം. നാസിക്കിലെ പോലീസ് നടപടി സ്വാഗതാർഹമാണ്. എന്നാൽ ഇത് ഒരു തുടക്കം മാത്രമാണ്. രാജ്യത്തെ ഓരോ IT കമ്പനികളിലും ഇത്തരം ജിഹാദി സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് കർശനമായി പരിശോധിക്കണം. 9 FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിലും പുറത്തുവരാത്ത എത്രയോ സംഭവങ്ങൾ ഇനിയും ഉണ്ടാകാം. ഇത്തരം കോർപ്പറേറ്റ് ജിഹാദി നീക്കങ്ങൾ തടയപ്പെടാതെ തുടർന്നാൽ നമ്മുടെ തൊഴിൽ മേഖലകളും സാമൂഹ്യ സുരക്ഷിതത്വവും വലിയൊരു തകർച്ചയാകും അഭിമുഖീകരിക്കുക. വരും വർഷങ്ങളിൽ ഇത് ഭാരതത്തിന്റെ ഐക്യത്തിന് തന്നെ വെല്ലുവിളിയാകുന്ന രീതിയിലേക്ക് വളരാൻ സാധ്യതയുണ്ട്. ഒന്നാമതായി നമ്മുടെ IT മേഖലയുടെ വിശ്വസ്തത ആഗോളതലത്തിൽ തകരും. കഴിവുള്ള ഹിന്ദു യുവാക്കൾക്ക് പകരം മതപരമായ അജണ്ടകൾ നടപ്പിലാക്കാൻ സഹായിക്കുന്ന ജിഹാദി സ്ലീപ്പർ സെല്ലുകളെ ഇത്തരം ഉയർന്ന തസ്തികകളിൽ തിരികെ കയറ്റുന്നത് വഴി സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം കുറയുകയും രാജ്യത്തെ സാങ്കേതിക മുന്നേറ്റം തടസ്സപ്പെടുകയും ചെയ്യും. രണ്ടാമതായി, വരും തലമുറയിലെ ഹിന്ദു പെൺകുട്ടികൾക്ക് തൊഴിലിടങ്ങൾ ഒരു യുദ്ധക്കളം പോലെ പേടി സ്വപ്നമായി മാറും. മതം മാറ്റം ലക്ഷ്യമിട്ടുള്ള നിരന്തരമായ മാനസിക പീഡനങ്ങൾ സഹിക്കവയ്യാതെ മിടുക്കികളായ പല യുവതികളും തൊഴിൽ ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകും. ഇത് ഹിന്ദു സമൂഹത്തിന്റെ സാമ്പത്തിക അടിത്തറയെ ദുർബലപ്പെടുത്താനുള്ള ആസൂത്രണം ചെയ്ത നീക്കമാണ്. കൂടാതെ ഇത്തരം സംഘടിത മതപരിവർത്തനങ്ങൾ വഴി ജനസംഖ്യാപരമായ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുകയും അത് ഭാരതത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തെ പോലും മാറ്റിമറിക്കാൻ കാരണമാവുകയും ചെയ്യും. പ്രലോഭനങ്ങളിലൂടെയും ഭീഷണികളിലൂടെയും ഒരു വലിയ വിഭാഗം യുവാക്കളെ സ്വന്തം സംസ്കാരത്തിൽ നിന്ന് അകറ്റുന്നതോടെ സനാതനധർമ്മത്തിന്റെ മൂല്യങ്ങൾ വരും തലമുറയ്ക്ക് അന്യമായി തീരും. കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴുകയും ഹൈന്ദവ വീടുകളിൽ അശാന്തി പടരുകയും ചെയ്യും. ഈ വിഷപ്പാമ്പുകൾ ഓരോ കോർപ്പറേറ്റ് ഓഫീസിലും പത്തി വിടർത്തിയിരിക്കുന്നത് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാതെ ഇരുന്നാൽ നാളെ നമ്മുടെ മക്കൾക്ക് സ്വന്തം വിശ്വാസം പരസ്യമായി പറയാൻ പോലും ഭയപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യം സംജാതമാകും. ഇസ്ലാമിസ്റ്റ് ഭീകരവാദത്തിന്റെ ഒരു പുതിയ വൈറ്റ് കോളർ രൂപം തോക്കുകളെക്കാൾ മാരകമാണ്. ഈ വിപത്തിനെതിരെ സർക്കാരും നിയമപാലകരും ഹൈന്ദവ സമൂഹവും ഒരേ മനസ്സോടെ പോരാടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഹിന്ദു സമൂഹം ഉണരേണ്ട സമയം അതിക്രമിച്ചു. നമ്മുടെ സംസ്കാരത്തെയും മക്കളെയും സംരക്ഷിക്കാൻ നാം ജാഗ്രത പാലിക്കണം. ഇത്തരം ജിഹാദി ഭീകരതകളെ വേരോടെ പിഴുതെറിയാൻ നിയമവ്യവസ്ഥയ്ക്കൊപ്പം തന്നെ സാമൂഹികമായ ബോധവൽക്കരണം അനിവാര്യമാണ്.
അനിവാര്യമാണ്. നാസിക്കിലെ ഈ സംഭവം വെറുമൊരു ക്രിമിനൽ കുറ്റകൃത്യമായി കാണാനാവില്ല. ആധുനിക കാലത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയായി ഇത് മാറുകയാണ്. തൊഴിലിടങ്ങൾ എന്നത് ഒരാളുടെ അതിജീവനത്തിനും വളർച്ചയ്ക്കും വേണ്ടിയുള്ള ഇടങ്ങളാണ്. അവിടെ ഇത്തരം വർഗീയ അജണ്ടകൾ നടപ്പിലാകുന്നത് അങ്ങേയറ്റം അപകടകരവും അപമാനകരവുമാണ്. പ്രലോഭനങ്ങളിലൂടെയും അധികാര ദുരുപയോഗത്തിലൂടെയും ദുർബലരായ ഉദ്യോഗാർത്ഥികളെ വേട്ടയാടുന്നത് ആധുനിക അടിമത്തത്തിന് തുല്യമാണ്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ ചെന്നായക്കൂട്ടങ്ങൾ ലക്ഷ്യം വെക്കുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെയാണ് എന്നതാണ്. ദാരിദ്ര്യത്തെയും നിസ്സഹായാവസ്ഥയും മുതലെടുത്ത് മതം മാറ്റാൻ ശ്രമിക്കുന്നത് ഭീരുത്വമാണ്. IT കമ്പനികൾ തങ്ങളുടെ ഹ്യൂമൻ റിസോഴ്സ് പോളിസികൾ പുനഃപരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജീവനക്കാരുടെ സുരക്ഷ എന്നത് വെറും ശമ്പളത്തിൽ ഒതുങ്ങേണ്ട ഒന്നല്ല. അത് അവരുടെ അന്തസ്സും വിശ്വാസവും സംരക്ഷിക്കൽ കൂടിയാണ്. ഇത്തരം ജിഹാദി ഗ്രൂപ്പുകൾക്ക് വളരാൻ പാകത്തിലുള്ള സേഫ് സോണുകൾ കമ്പനികൾക്കുള്ളിൽ ഉണ്ടാകുന്നത് തടയാൻ കർശനമായ ഇന്റേണൽ വിജിലൻസ് ആവശ്യമാണ്. ഒരു ഹിന്ദു യുവാവിനെ തൻ്റെ ആചാരങ്ങളിൽ നിന്ന് വിലക്കുന്നതും നിർബന്ധിച്ച് മറ്റൊരു ഭക്ഷണരീതി അടിച്ചേൽപ്പിക്കുന്നതും വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. ഇത്തരം നീക്കങ്ങളെ തുടക്കത്തിലേ നുള്ളിയില്ലെങ്കിൽ അത് സമൂഹത്തിൽ വലിയ അശാന്തിക്കും വിള്ളലുകൾക്കും കാരണമാകും. സനാതന ധർമ്മവിശ്വാസികൾ തങ്ങളുടെ മക്കൾക്കും സഹോദരങ്ങൾക്കും ഇത്തരം ഇടങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. വിദ്യാഭ്യാസവും ജോലിയും തേടി വീട് വിട്ടിറങ്ങുന്ന ഹിന്ദു പെൺകുട്ടികളുടെ നിഷ്കളങ്കതയെ ചൂഷണം ചെയ്യാൻ പഴുതുകളില്ലാത്ത പദ്ധതികളാണ് ഈ ജിഹാദി സെല്ലുകൾ തയ്യാറാക്കുന്നത്. ഒരു സഹപ്രവർത്തകൻ എന്ന വ്യാജേന അരികിലെത്തുകയും വ്യക്തിപരമായ പ്രശ്നങ്ങളിൽ അമിത താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഇവരുടെ രീതി ശാസ്ത്രീയമായി ആസൂത്രണം ചെയ്തതാണ്. ഇത്തരം മാനസിക കെണിയിൽ അകപ്പെടുന്നവർ പലപ്പോഴും സ്വന്തം കുടുംബങ്ങളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുന്നു. ഇത് ഒരു വ്യക്തിയുടെ മാറ്റമല്ല, ഒരു തലമുറയെ തന്നെ വേരോടെ പിഴുതെറിയാനുള്ള ഗൂഢനീക്കമാണ്. ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് പോലും ഭീഷണിയാകുന്ന തരത്തിലാണ് കോർപ്പറേറ്റ് ഓഫീസുകൾക്കുള്ളിലെ ഈ നീക്കങ്ങൾ വളരുന്നത്. രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്ന IT സ്ഥാപനങ്ങളിൽ ഇത്തരം മതമൗലികവാദികൾ പിടിമുറക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെ അട്ടിമറിക്കാൻ വരെ കാരണമായേക്കാം. പണവും പ്രലോഭനവും ഉപയോഗിച്ച് മതം മാറ്റുന്നതിനോടൊപ്പം തന്നെ മതം മാറാത്തവരെ ജോലി സ്ഥലത്ത് ഒറ്റപ്പെടുത്താനും അവർക്ക് മാനസിക പീഡനങ്ങൾ നൽകാനും ഈ സംഘം മടിക്കുന്നില്ല. ഇത്തരം വിവേചനങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ വൈകുന്നത് നമ്മുടെ നാടിന്റെ ഐക്യത്തെ തകർക്കാനേ ഉപകരിക്കൂ. തൊഴിലിടങ്ങളിലെ ഈ മതപരമായ കടന്നുകയറ്റം തടയാൻ കർശനമായ നിയമനിർമ്മാണം അത്യാവശ്യമാണ്. ജോലി സമയത്ത് മതപരമായ ചിഹ്നങ്ങളോ ആചാരങ്ങളോ അടിച്ചേൽപ്പിക്കുന്നത് ക്രിമിനൽ കുറ്റമായി കണക്കാക്കണം. നാസിക്കിലെ സംഭവം ഒരു താക്കീതാണ്. നമ്മുടെ മക്കൾ പോകുന്ന ഇടങ്ങൾ എത്രത്തോളം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താൻ ഓരോ രക്ഷിതാവിനും ഉത്തരവാദിത്തമുണ്ട്. സനാതന ധർമ്മത്തിന്റെ മൂല്യങ്ങളെ പരിഹസിക്കുന്നവർക്കും ഹിന്ദു യുവാക്കളെ നിർബന്ധപൂർവ്വം ആചാര ലംഘനത്തിന് പ്രേരിപ്പിക്കുന്നവർക്കും മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കിയാൽ മാത്രമേ ഇത്തരം വിഷജന്തുക്കൾക്ക് ഇനിയൊരു നീക്കത്തിന് ധൈര്യമുണ്ടാകൂ. ഹൈന്ദവ സംഘടനകളും ബോധവൽക്കരണ ഗ്രൂപ്പുകളും ഇത്തരം വിഷയങ്ങളിൽ കൂടുതൽ സജീവമാകേണ്ടതുണ്ട്. ചതിക്കുഴികൾ തിരിച്ചറിയാനുള്ള വിവേകം യുവതലമുറയ്ക്ക് പകർന്നു നൽകണം. ശത്രുക്കൾ ആയുധം മാറ്റി പിടിച്ചിരിക്കുന്നു. അവർ ഇപ്പോൾ വരുന്നത് ലാപ്ടോപ്പുകളുമായാണ്. ഈ പുതിയ കാലത്തെ ജിഹാദിനെ നേരിടാൻ ബുദ്ധിയും ജാഗ്രതയുമാണ് നമ്മുടെ വലിയ ആയുധങ്ങൾ. സത്യം വിളിച്ചു പറയാനും അധർമ്മത്തിനെതിരെ പോരാടാനും നാം ഒന്നിച്ചു നിൽക്കണം. ഈ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല. നാസിക്കിലുയർന്ന ആ രോഷം ഭാരതമെമ്പാടുമുള്ള ഹൈന്ദവ മനസാക്ഷിയുടെ ഉണർവായി മാറണം. സനാതന ധർമ്മത്തെ തകർക്കാൻ കോർപ്പറേറ്റീവ് വേഷമണിഞ്ഞെത്തുന്ന ഇത്തരം ജിഹാദി ശക്തികളെ തിരിച്ചറിയുകയും പരാജയപ്പെടുത്തുകയും ചെയ്യുക എന്നത് നമ്മുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. ഭീഷണികൾക്കും പ്രലോഭനങ്ങൾക്കും മുമ്പിൽ പതറാതെ സ്വന്തം സ്വത്വവും സംസ്കാരവും മുറുകെ പിടിക്കാൻ നമ്മുടെ യുവതലമുറയെ നാം പ്രാപ്തരാക്കണം. ചതിക്കുഴികൾ ഇനിയും ഉണ്ടായേക്കാം, എന്നാൽ ജാഗ്രതയുള്ള ഒരു ജനതയെ തോൽപ്പിക്കാൻ ഒരു അധർമ്മശക്തിക്കും കഴിയില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.